ഹലോ ചങ്ങായിമാരെ, അപ്പം നമ്മളിത് നമ്മുടെ സദ്യയുടെ അടുത്തായിട്ടുള്ള കാളനാണ് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാളൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ. കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചേനയും ഒരു പച്ചക്കായുമാണ്. പച്ചക്കായും ചേനയും നല്ലവണ്ണം കഴുകിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പീരയാണ്. തേങ്ങാപ്പീര, ജീരകം, പിന്നെ ഒരു 2 പച്ചമുളക് അതുകൂടെ എടുക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി എടുക്കാം. അതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും പച്ചക്കായും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത തേങ്ങാപ്പീരയും ജീരകവും പച്ചമുളകും അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ കുറച്ച് തൈരാണ്. നമുക്കിത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഈ മൺചട്ടിയിലാകുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കായും ചേനയും നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് കുറുകിയിട്ടുണ്ട് ആ വെള്ളമൊക്കെ പറ്റിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ആ ഒരു അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൈര് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ തൈരിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അതിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിനകത്ത് വറവൊട്ടിച്ചിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ശടപടയെന്ന് പറഞ്ഞ് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് അത് നടുവേക്ക് എരിയത് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് കറിവേപ്പിലയാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്ര ഉള്ള ഇനി നമ്മൾ നേരത്തെ മൂടി വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളിപ്പോൾ വറപൊട്ടിച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കാം. ഇത്ര ഉള്ള നമ്മുടെ സദ്യ സ്റ്റൈൽ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ സദ്യയുടെ ആ ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.